ഈ കഴിഞ്ഞ 2023 ഫെബ്രുവരി മാസം ഛത്തീസ്ഗഡിലെ കോർബ എന്ന സിറ്റി, ആ സമയത്താണ് കോർബ സിറ്റിയിലെ SP ആയിട്ട് റോബിൻസൺ ഗുരിയ എന്ന പോലീസ് ഓഫീസർ ചുമതലയേൽക്കുന്നത്. റോബിൻസൺ ഗുരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. കൃത്യനിർവഹണത്തിൽ ഒട്ടും വിട്ടുവീഴ്ച കാണിക്കാത്തയാൾ. കോർബ സിറ്റിയിൽ SP ആയിട്ട് ചുമതലയേറ്റതിന്റെ തൊട്ടു പിന്നാലെ റോബിൻസൺ ഗുരിയ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ കീഴിലുള്ള പ്രദേശത്തും മാത്രമല്ല, അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങളിലും, അതായത് സ്റ്റേഷൻ പരിധിക്കുള്ളിൽ നിരവധി കേസുകൾ തെളിയപ്പെടാതെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു ഫ്രീസായ അവസ്ഥയിലാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുമുള്ളത് ആളുകൾ മിസ്സിംഗ് ആയ കേസുകളാണ്. അന്ന് റോബിൻസൺ ഗുരിയ ഒരു കാര്യം തീരുമാനിച്ചു. ഈ കേസുകൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. തന്നെ കൊണ്ട് കഴിയും പോലെ ഇറങ്ങി ഈ കേസുകളൊക്കെ പരിഹരിക്കണം. പോയ 2014 ഗാസിയാബാദ് പോലീസ് ഓപ്പറേഷൻ മുസ്കാൻ എന്ന പേരിൽ ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തിരുന്നു. ഓപ്പറേഷൻ മുസ്കാന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അൺസോൾവ്ഡ് ആയിട്ടുള്ള കേസുകൾ പരിഹരിക്കുക എന്നതാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടും കാണാതായ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടുപിടിക്കുക. മുസ്കാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പുഞ്ചിരി എന്നാണ്. കാണാതായ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുമ്പോൾ, അവരെ കണ്ടെത്തി കഴിയുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ആ പുഞ്ചിരി, അതാണ് ഈ ഓപ്പറേഷന്റെ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഓപ്പറേഷൻ മുസ്കാന്റെ കീഴിൽ കാണാതായ നിരവധി വ്യക്തികളുടെ കേസുകൾ പെൻഡിംഗ് ആയിട്ട് കിടപ്പുണ്ട്. കോർബ സ്റ്റേഷനിൽ തന്നെ ഇതുപോലെയുള്ള നിരവധി അൺസോൾവ്ഡ് മിസ്സിംഗ് കേസുകൾ പെൻഡിംഗ് ആയിട്ട് കിടപ്പുണ്ട്. അങ്ങനെയുള്ള നിരവധി ഫയലുകൾ ഒന്നൊന്നായിട്ട് പരിശോധിച്ചു പോകുമ്പോഴാണ് റോബിൻസന്റെ കണ്ണിൽ ഒരു ഫയൽ പ്രത്യേകമായിട്ട് പതിഞ്ഞത്. വർഷങ്ങളായിട്ട് യാതൊരു അനക്കവുമില്ലാതെ പൊടിയടിഞ്ഞു കിടക്കുന്ന ഒരു കേസ് ഫയൽ. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ആകാംക്ഷ തോന്നി. അദ്ദേഹം ആ ഫയൽ എടുത്ത് അത് എന്താണെന്ന് വായിക്കുവാൻ ആരംഭിച്ചു. അതിന്റെ ഉള്ളടക്കം ഇതായിരുന്നു: 2019 സൽമ സുൽത്താന മിസ്സിംഗ് കേസ്. ഇതായിരുന്നു ആ ഫയലിന്റെ ഹെഡിങ്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ആ ഫയൽ മുഴുവനും വായിച്ചു തീർത്തു. SP റോബിൻസന്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു. ഉത്തരം കണ്ടുപിടിക്കേണ്ട ചില ചോദ്യങ്ങൾ. സൽമ കാണാതായിട്ട് അന്നേക്ക് 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. പോലീസ് വളരെ കാര്യക്ഷമമായിട്ട് അന്വേഷിച്ചതുമാണ്. എന്നിട്ടും അവർക്ക് യാതൊരു ലീഡും കിട്ടിയില്ല. അവർക്ക് മുൻപോട്ട് പോകുവാനേ കഴിഞ്ഞില്ല. അതിന്റെ കാരണം എന്താണ്? ഇത്രയും ആയതോടെ SP റോബിൻസൺ ബാക്കിയുള്ള കേസ് ഫയലുകളെല്ലാം ഒരു മൂലയിലേക്ക് തള്ളിവെച്ചു. എന്നിട്ട് സൽമ സുൽത്താനയുടെ മിസ്സിംഗ് കേസ് ഓപ്പറേഷൻ മുസ്കാന്റെ പരിധിയിൽ കൊണ്ടുവന്ന് അന്വേഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. അതിനുശേഷം പിന്നീട് വന്ന 5 മാസക്കാലം SP റോബിൻസൺ ഈ കേസിന്റെ പിന്നാലെയായിരുന്നു. അദ്ദേഹം രാവും പകലും ഉറക്കമിളച്ച് ഈ കേസ് അന്വേഷിച്ചു എന്ന് പറയാം. അവസാനം എല്ലാറ്റിനും ഒരു പരിസമാപ്തി എന്ന വണ്ണം ഓഗസ്റ്റ് 22, 2023 കടന്നു വരികയാണ്. വളരെയധികം ഗതാഗതമുള്ള ഒരു 4 വരി പാതയോട് ചേർന്നാണ് കോർബ സിറ്റി ഉള്ളത്. അന്നേ ദിവസം SP റോബിൻസൺ തന്റെ ടീമിലെ അംഗങ്ങളെയും കൂട്ടി ഈ 4 വരി പാതയിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ചു. ഒടുവിൽ അവരുടെ വാഹനങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് വന്നു നിന്നു. വാഹനത്തിൽ നിന്നും ഇറങ്ങിയ SP റോബിൻസൺ ആ റോഡും പരിസരവും വിശദമായിട്ടൊന്ന് പരിശോധിച്ചു. അദ്ദേഹം മനസ്സിൽ ചില കണക്ക് കൂട്ടലുകൾ നടത്തി. പിന്നെ അവിടെയും ഇവിടെയുമായിട്ട് ഏതാനും അടയാളങ്ങൾ ഇട്ടു. എന്നിട്ടൊരു പ്രത്യേക പോയിന്റിലേക്ക് വിരൽ ചൂണ്ടി. എന്നിട്ട് ആ സ്ഥലം കുഴിക്കുവാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർമാർ അമ്പരന്ന് നിൽക്കുകയാണ്. നാഷണൽ ഹൈവേയുടെ മധ്യത്തിൽ കുഴിയെടുക്കുവാനാണ് SP റോബിൻസൺ അവരോട് ആവശ്യപ്പെടുന്നത്. അത് എന്തിനായിരിക്കും? എന്തിനാണെങ്കിലും മേലധികാരി പറഞ്ഞാൽ അവർക്കത് അനുസരിക്കാതിരിക്കുവാൻ കഴിയില്ല. അതിനായിട്ട് കോർബ സിറ്റിയിൽ നിന്നും ഒരു JCBയും ഏതാനും തൊഴിലാളികളെയും അവർ കൊണ്ടുവന്നിരുന്നു. പോലീസ് ടീം ഉത്തരവ് കൊടുത്തു. യന്ത്രക്കൈകൾ പണി ആരംഭിച്ചു. അങ്ങനെ ഏതാനും സമയം കടന്നുപോയി. ഇപ്പോൾ റോഡിന്റെ മധ്യത്തിലായിട്ട് ഒരു കുഴി രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണതുണ്ടായത്. ആ കുഴിയിൽ നിന്നും ഒരു വൃത്തികെട്ട ദുർഗന്ധം മുകളിലേക്ക് ഉയരുവാൻ തുടങ്ങി. ദുർഗന്ധം വന്നതിന്റെ തൊട്ടു പിന്നാലെ അവർ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ഒരു മനുഷ്യന്റെ അസ്ഥികൂടം ആ കുഴിയിൽ കിടക്കുന്നു. ആ അസ്ഥികൂടത്തിന്റെ ഉടമ മറ്റാരുമായിരുന്നില്ല, 5 വർഷം മുൻപ് കാണാതായ, പോലീസിന് ഇന്നുവരെയും കണ്ടുപിടിക്കുവാനായിട്ട് കഴിയാത്ത സൽമ സുൽത്താനയുടെ ആയിരുന്നു. രാവിലെ ജോലിക്ക് പോവുകയാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ സൽമ സുൽത്താന എങ്ങനെയാണ് നാഷണൽ ഹൈവേയിൽ ഒരു അസ്ഥികൂടമായിട്ട് മാറിയത്? അതിലും പ്രധാനപ്പെട്ട കാര്യം, ഈ നാഷണൽ ഹൈവേക്ക് ഏകദേശം 95 കിലോമീറ്റർ നീളമുണ്ട്. അങ്ങനെയുള്ള വിശാലമായ സ്ഥലത്ത് സൽമ സുൽത്താന കൃത്യമായിട്ടും ഇവിടെയായിരിക്കും ഉള്ളതെന്ന് SP റോബിൻസൺ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 5 വർഷമായിട്ട് പോലീസിന് യാതൊരു എത്തും പിടിയും കിട്ടാത്ത ഈ കേസ് കേവലം 5 മാസത്തെ അന്വേഷണം കൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് തെളിയിച്ചത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. ആ ഉത്തരമെല്ലാം മറിഞ്ഞു കഴിയുമ്പോൾ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ക്രൈം മൂവി കണ്ട ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്കുണ്ടാവുക. ഛത്തീസ്ഗഡിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് കുസ്മുണ്ട. അവിടെ 1993 സൽമ സുൽത്താന ജനിക്കുന്നത്. ചെറുപ്രായം മുതലേ സൽമ സുൽത്താനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവൾ മറ്റുള്ള കുട്ടികളെ പോലെ ആയിരുന്നില്ല. നമുക്കറിയാം, ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെയും വീടുകളിൽ TV ഉണ്ടായിരിക്കില്ല. 10 25 വീടെടുത്ത് നോക്കിയാൽ അതിൽ ഒരു വീട്ടിൽ മാത്രമായിരിക്കും TV കാണൂ. ആ പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികളും TVയിലെ പ്രോഗ്രാം കാണുവാനായിട്ട് ആ വീടിന് മുൻപിൽ ഒത്തുകൂടുകയും ചെയ്യും.
മറ്റുള്ള കുട്ടികളെല്ലാം സിനിമയും കാർട്ടൂണും കാണുവാനായിട്ട് നിർബന്ധം പിടിക്കുമ്പോൾ സൽമയുടെ ആവശ്യം മറ്റൊന്നായിരുന്നു. അവൾക്ക് ന്യൂസ് കാണുവാനായിരുന്നു ഇഷ്ടം. ടി വിയിൽ ന്യൂസ് വായിക്കുന്ന ആങ്കർമാരോട് അവൾക്ക് വലിയൊരു ആരാധനയായിരുന്നു. ഈ ആരാധന മൂലമാവാം ചെറുപ്പത്തിലെ സൽമയുടെ മനസ്സിൽ ഒരാഗ്രഹം വേരുറപ്പിച്ചു. താൻ വളർന്നു വലുതാകുമ്പോൾ ഒരു ന്യൂസ് ആങ്കറായിട്ട് മാറും. അങ്ങനെ വർഷങ്ങൾ മുൻപോട്ട് പോയി. ഇപ്പോൾ സൽമ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അപ്പോഴും അവളുടെ ഉള്ളിൽ ബാല്യകാലത്തിലെ ആ ആഗ്രഹം വിട്ടുപോയിരുന്നില്ല. സാധാരണയായിട്ട് കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ ചെറുപ്പത്തിലുള്ള ആഗ്രഹങ്ങൾ മാറിപ്പോകേണ്ടതാണ്. എന്നാൽ സൽമയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അവൾ ചെറുപ്പത്തിൽ എന്താണോ സ്വപ്നം കണ്ടത്, വളർന്നപ്പോഴും അതുതന്നെയായിരുന്നു അവളുടെ മനസ്സിൽ. വൈകാതെ സൽമ ഒരു ലോക്കൽ ചാനലിൽ ന്യൂസ് ആങ്കറായിട്ട് ജോലിക്ക് കയറി. അവൾ എന്താണോ ആഗ്രഹിച്ചത് അതവൾ നേടിയെടുത്തു എന്ന് വേണം പറയുവാൻ. എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. സൽമ ജനിച്ചു വളർന്ന അവളുടെ സ്വന്തം നാട് കുസ്മുണ്ടയാണ്. ഈ കുസ്മുണ്ടയിൽ നിന്നും ഏതാനും കിലോമീറ്റർ ദൂരെയുള്ള കോർബ എന്ന നഗരത്തിലായിരുന്നു അവൾക്ക് ജോലി ചെയ്യേണ്ട സ്ഥാപനം. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വീട്ടിൽ പോയി വരവും നടക്കില്ല. ഈ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് സൽമ ഒരു കാര്യം ചെയ്തു. അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോട് ചേർന്ന് ഒരു ലേഡീസ് ഹോസ്റ്റലുണ്ട്. അവിടെ താമസിച്ചുകൊണ്ട് സൽമ ജോലിക്ക് പോയി തുടങ്ങി. ആഴ്ചയുടെ അവസാനം, അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയും അവൾക്ക് അവധിയാണ്. ആ സമയത്ത് കുസ്മുണ്ടയിലെത്തി തന്റെ മാതാപിതാക്കളെ സന്ദർശിച്ച് അവരുടെ കൂടെ 2 ദിവസം ചെലവഴിച്ച് തിങ്കളാഴ്ച കോർബയിലേക്ക് മടങ്ങി വരും. ഇതായിരുന്നു അവളുടെ പതിവ്. അങ്ങനെ അവളുടെ ജീവിതം വളരെ സമാധാനപരമായിട്ട് മുൻപോട്ട് പോകുന്ന സമയത്താണ് അതുണ്ടായത്. സൽമ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോട് ചേർന്ന് ഒരു ജിമ്മുണ്ട്. ആ ജിമ്മിന്റെ ഓണറും ഇൻസ്ട്രക്ടറുമാണ് മധുർ സാഹു. അയാൾക്കന്ന് പ്രായം 37 വയസ്സാണ്. ഒരു ദിവസം സൽമയും മധുർ സാഹുവും പരസ്പരം കണ്ടുമുട്ടി. ഇരുവരും പരിചയപ്പെട്ടു. തുടക്കത്തിൽ ഇരുവരുടെയും ബന്ധം വെറും സൗഹൃദം മാത്രമായിരുന്നു. എന്നാൽ പോകെ പോകെ ആ സൗഹൃദം പ്രണയമായിട്ട് മാറി. വൈകാതെ ഇരുവർക്കും പരസ്പരം വിട്ടുപിരിഞ്ഞിരിക്കുവാൻ കഴിയാത്ത അവസ്ഥയായി. കുറച്ചു കാലം കൂടി ഇങ്ങനെ പോകട്ടെ, അതിനുശേഷം നമുക്ക് 2 പേർക്കും നമ്മുടെ 2 പേരുടെയും വീടുകളിൽ സംസാരിച്ച് മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ വിവാഹം കഴിക്കാം. അങ്ങനെയാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ ഇരിക്കവെയാണ് സൽമയുടെ ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ആ സംഭവം ഉണ്ടായത്. 2018 ഒക്ടോബർ 21 അന്നൊരു ശനിയാഴ്ചയാണ്. അതായത് സൽമയ്ക്ക് അവധി ദിവസമാണെന്ന് പതിവ് പോലെ മധുർ സാഹുവിന് ഒരു ഗുഡ് ബൈയും പറഞ്ഞ് അടുത്ത ദിവസം കാണാമെന്ന ഉറപ്പും കൊടുത്ത് സൽമ സുൽത്താന കുസ്മുണ്ടയ്ക്ക് പോകുന്ന ട്രെയിനിൽ കയറി. ആ സമയത്ത് മധുർ സാഹുവിന് ഒരു കാര്യം അറിയില്ലായിരുന്നു. താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന തന്റെ കാമുകിയെ താൻ അവസാനമായിട്ട് കാണുന്ന നിമിഷമായിരുന്നു അതെന്ന്. അതിനുശേഷം സൽമ സുൽത്താനെ മധുർ സാഹു മാത്രമല്ല മറ്റാരും കണ്ടിട്ടില്ല. അവൾ എവിടേക്ക് പോയി എന്ന് പോലും ആർക്കും അറിയില്ല. ഒരു സൂചന പോലും അവശേഷിപ്പിക്കാതെ അവൾ അപ്രത്യക്ഷയായിരിക്കുന്നു. വൈകുന്നേരമായിട്ടും മകൾ വീട്ടിൽ എത്താത്തതുകൊണ്ട് സൽമയുടെ മാതാപിതാക്കൾ വളരെ പരിഭ്രാന്തരായി. അവർ തുടർച്ചയായിട്ട് മകളുടെ ഫോണിലേക്ക് കോൾ ചെയ്തു. എന്നാൽ അവൾ ഫോൺ എടുക്കുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അവർക്ക് എന്ത് ചെയ്യണമെന്നൊരു എത്തും പിടിയും കിട്ടിയില്ല. സൽമയുടെ മാതാപിതാക്കൾ വേഗം തന്നെ അവളുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരെയും അതുപോലെ അവളുടെ കൂട്ടുകാരെയും വിളിച്ചു. എന്നിട്ട് സൽമയെക്കുറിച്ച് അവരോട് അന്വേഷിച്ചു. സൽമ നിങ്ങളുടെ കൂടെയുണ്ടോ? ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ല. അവൾ എവിടെ പോയെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമെന്ന് നിങ്ങളോട് അവൾ പറഞ്ഞിരുന്നോ? ഇതൊക്കെയായിരുന്നു ആ മാതാപിതാക്കൾ അവരോട് ചോദിച്ച ചോദ്യങ്ങൾ. അതിനവർ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: സൽമയെ ഞങ്ങൾ അവസാനമായിട്ട് കണ്ടത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. ഓഫീസിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകുവാൻ തുടങ്ങുകയായിരുന്നു അവൾ. പതിവ് പോലെ അടുത്ത ദിവസം ശനിയാഴ്ച കുസ്മുണ്ടയിലേക്ക് പോകുമെന്നാണ് അവൾ ഞങ്ങളോട് പറഞ്ഞത്. വെള്ളിയാഴ്ച ഓഫീസിൽ നിന്നും ഇറങ്ങിയ ശേഷം അവളെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഇതുകൂടി കേട്ടതോടെ ആ മാതാപിതാക്കൾ വല്ലാതെ ഭയന്നു. അവർ കുസ്മുണ്ടയിൽ നിന്നും കോർബ സിറ്റിയിലേക്ക് ട്രെയിൻ കയറി. എന്നിട്ട് സൽമ ജോലി ചെയ്ത സ്ഥലത്തും അതുപോലെ അവൾ താമസിച്ചിരുന്ന ഹോസ്റ്റലിലും പോയി അന്വേഷിച്ചു. എന്നാൽ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും അവൾ എവിടെ പോയെന്ന യാതൊരു ഇൻഫർമേഷനും അവർക്ക് കിട്ടിയില്ല. വായുവിൽ അലിഞ്ഞെന്ന പോലെ ഒരു യുവതി അപ്രത്യക്ഷയായിരിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ മുൻപോട്ട് പോവുകയാണ്. മകളെ അന്വേഷിച്ച ആ മാതാപിതാക്കൾ മടുത്തുവെന്ന് വേണം പറയുവാൻ. ഒടുവിൽ തങ്ങളുടെ മകൾ എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന് കരുതി ആ പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുവാൻ തുടങ്ങി. വീണ്ടും ഏതാനും മാസങ്ങൾ അങ്ങനെ മുൻപോട്ട് പോയി. കൃത്യമായി പറഞ്ഞാൽ 3 മാസം. 2019 ജനുവരി സൽമയുടെ മാതാവും പിന്നെ കുടുംബത്തിലെ ചില അംഗങ്ങളും ചേർന്ന് കോർബ സിറ്റി പോലീസ് സ്റ്റേഷനിൽ എത്തി തന്റെ മകൾ കാണുവാനില്ല എന്ന് പരാതി കൊടുത്തു. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് നോക്കണം. അപ്പോഴേക്കും സൽമ കാണാതായിട്ട് 3 മാസം കഴിഞ്ഞിരുന്നു. 3 മാസം കഴിഞ്ഞാണ് ഇവർ പരാതിയുമായിട്ട് വരുന്നത്. കേസെടുത്ത പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിന്റെ ആദ്യപടിയായി സൽമയുടെ കാമുകനായ മധുർ സാഹുവിനെയും പിന്നെ അവളുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവരെയും ചോദ്യം ചെയ്തു. പക്ഷേ ആ അന്വേഷണത്തിൽ യാതൊരു തുമ്പും കിട്ടിയില്ല. സൽമ എവിടെ പോയി ആർക്കും അറിയില്ല. കഥ ഇത്രയുമായപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടായെന്ന് എനിക്കറിയാം. സൽമയുടെ വീട്ടുകാർ എന്ത് പണിയാണ് ചെയ്തത്? അവൾ കാണാതായിട്ട് 3 മാസം കഴിഞ്ഞാണ് പരാതിയുമായിട്ട് അവർ വരുന്നത്. ഇത്രയും കാലം അവർ എന്തെടുക്കുകയായിരുന്നു? പോലീസിൽ വിവരം അറിയിക്കാതെ സ്വന്തം നിലയിൽ ഇവർ അന്വേഷണം നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് ആ കുടുംബക്കാരെ പോലീസിന് തുടക്കം മുതലേ സംശയമുണ്ടായിരുന്നു. ഒരുപക്ഷെ എന്തെങ്കിലും കാരണത്താൽ സൽമയെ ഇവർ കൊലപ്പെടുത്തി കാണുമോ? എന്നിട്ട് ഇവർ തന്നെയായിരിക്കുമോ അവളുടെ ജഡം മറച്ചു വെച്ചത്? അതിനുശേഷം അവർ നടത്തുന്ന നാടകമായിരിക്കുമോ സ്വന്തം നിലയിലുള്ള അന്വേഷണവും അതുപോലെ വൈകിയുള്ള ഈ പരാതി കൊടുക്കലും?
പോലീസിന് അങ്ങനെ ഒരു സംശയം തോന്നിയതിൽ അവരെ തെറ്റി പറയുവാൻ കഴിയില്ല. എന്തായാലും തങ്ങളുടെ സംശയം അവർ നേരിട്ട് തന്നെ ചോദിച്ചു. പോലീസിന്റെ ആ ചോദ്യങ്ങൾക്ക് സൽമയുടെ മാതാവ് കൊടുത്ത മറുപടി അതിതായിരുന്നു. കോളേജ് പഠനത്തിന് ശേഷം സൽമ ഒരു ചാനലിൽ ന്യൂസ് ആങ്കറായിട്ട് ജോലിക്ക് കയറിയെന്ന് പറഞ്ഞല്ലോ. ഇത് ആ കുടുംബത്തിന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അവർ പലതവണ മകളെ ഉപദേശിച്ചു, മീഡിയ വേൾഡുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം നമ്മുടെ കുടുംബത്തിന് പറ്റിയ ഒന്നല്ല, നീ ഈ ജോലിക്ക് പോകരുത്. എന്നാൽ വീട്ടുകാരുടെ വിലക്കുകളൊന്നും സൽമ കാര്യമായിട്ടെടുത്തില്ല. താൻ ജോലിക്ക് പോവുകയാണെങ്കിൽ ആ ജോലിക്ക് പോകൂ എന്നവൾ നിർബന്ധം പിടിച്ചു. ചുരുക്കി പറഞ്ഞാൽ മാതാപിതാക്കളോട് വഴക്കുണ്ടാക്കി അവരോട് പിണങ്ങി ആ വീട്ടിൽ നിന്നും ഇറങ്ങിയാണ് സൽമ ആ ചാനലിൽ ജോലിക്ക് കയറിയത്. അതുകൊണ്ടും കാര്യങ്ങൾ അവസാനിച്ചില്ല. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി ഈ മാതാപിതാക്കളെ അറിയുകയാണ്. കോർബ നഗരത്തിൽ തങ്ങി ജോലിക്ക് പോകുന്ന തങ്ങളുടെ മകൾ ഒരു യുവാവുമായിട്ട് പ്രണയത്തിലായിരിക്കുന്നു. അത് മന്യമതസ്ഥനായ ഒരു യുവാവുമായിട്ട്. യാഥാസ്ഥിതികരായ ആ മാതാപിതാക്കൾക്ക് മകളോട് വെറുപ്പ് തോന്നുവാനായിട്ട് മറ്റെന്ത് കാരണം വേണം? അതോടൊപ്പം ഹൃദയം തകർക്കുന്ന മറ്റൊരു കാര്യം കൂടി അവർ അറിഞ്ഞു. ഒരു ഗേൾസ് ഹോസ്റ്റലിൽ തങ്ങിയാണ് താൻ ജോലിക്ക് പോകുന്നത് എന്നാണ് അവൾ വീട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അതൊരു നുണയാണെന്ന് അവർക്ക് മനസ്സിലായി. സൽമ തന്റെ കാമുകന്റെ ഒപ്പം ഒരു കോളനിയിൽ വീട് വാടകയ്ക്കെടുത്ത് ഒരുമിച്ചാണ് താമസമെന്നും ഇവർ തമ്മിൽ ലിവിംഗ് റിലേഷൻഷിപ്പിലാണെന്നും അവർക്ക് മനസ്സിലായി. അതോടെ നിരവധി തവണ ആ മാതാപിതാക്കൾ സൽമയോട് നീ ഈ ചെയ്യുന്നത് തെറ്റാണ്, നീ ഈ ബന്ധമെല്ലാം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങി വരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അവളാവട്ടെ അവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുത്തില്ല. തന്റെ ഇഷ്ടപ്രകാരം മുൻപോട്ട് പോയി. അതോടെ മാതാപിതാക്കളും മകളും തമ്മിലുള്ള ബന്ധം വളരെ വഷളായി. സൽമയോട് സംസാരിക്കുവാൻ പോലും അവർക്ക് വെറുപ്പായിരുന്നു. വല്ലപ്പോഴും മാത്രമുള്ള ഫോൺ സംഭാഷണം മാത്രമായിട്ട് അവരുടെ ബന്ധം ചുരുങ്ങി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും തന്റെ വീട്ടുകാർക്ക് തന്നോട് വലിയ താല്പര്യമില്ല എന്നറിയാമെങ്കിലും സൽമ അതൊന്നും കാര്യമാക്കിയിരുന്നില്ല. വീട്ടുകാരെ കാണണമെന്ന് തോന്നുമ്പോൾ സൽമ വാരാന്ത്യത്തിൽ കുസ്മുണ്ടയിലേക്ക് വരും. എന്നിട്ട് 2 ദിവസം അവരുടെ കൂടെ ചെലവഴിക്കും. പിന്നെ തിങ്കളാഴ്ച അതിരാവിലെ കോർബ സിറ്റിയിലെ അവളുടെ ജോലി സ്ഥലത്തേക്ക് മടങ്ങും. ഇതായിരുന്നു പതിവ്. കാര്യങ്ങൾ അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് 2018 ഒക്ടോബർ 21 സൽമ തന്റെ അമ്മയെ ഫോൺ വിളിച്ച് താൻ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞത്. എന്നാൽ അന്ന് വൈകുന്നേരമായിട്ടും അവൾ വീട്ടിലെത്തിയില്ല. സത്യത്തിൽ ആ സമയത്ത് സൽമയുടെ തിരോധാനം അവരത്ര കാര്യമായിട്ടും എടുത്തില്ല. അവരതിന് പറഞ്ഞ കാരണങ്ങൾ ഇതായിരുന്നു. സൽമയ്ക്ക് ധാരാളം കൂട്ടുകാരുണ്ട്. അവരിൽ കൂടുതലും ആണുങ്ങളാണ്. അവരുടെ കൂടെ പലപ്പോഴും ഇവൾ പുറത്തേക്ക് പോകാറുണ്ട്. ഈ കാര്യം വീട്ടുകാർക്കും അറിയാം. അതും കൂടാതെ ചിലപ്പോഴൊക്കെ മാസങ്ങളോളം വീട്ടുകാരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ചെയ്യാതിരിക്കുന്ന വ്യക്തിയാണ് സൽമ. ആ സമയത്ത് ഫോൺ വഴി പോലും അവരുമായിട്ട് ബന്ധപ്പെടില്ല. ശരിക്കും ഒരു തന്നിഷ്ടക്കാരി. അതുകൊണ്ട് സൽമ കാണാതായ ദിവസം ആ വീട്ടുകാർ വിചാരിച്ചത് ഇങ്ങനെയാണ്. വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞ അവൾ പെട്ടെന്ന് തീരുമാനം മാറ്റി കാണും. എന്നിട്ട് ഏതെങ്കിലും കൂട്ടുകാരുടെ കൂടെ മറ്റെവിടേക്കെങ്കിലും പോയി കാണും. അവൾ തന്നെ ആയിരിക്കണം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. എന്നാൽ ഇതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് മറ്റൊരു കാര്യം സംഭവിച്ചു. അപ്പോൾ മുതലാണ് സൽമയുടെ മിസ്സിങ്ങിന് പിന്നിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൂടി ഉണ്ടായിരിക്കുമെന്ന് അവർക്ക് തോന്നുവാൻ തുടങ്ങിയത്. അവൾ കാണാതായിട്ട് ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ അവളുടെ പിതാവ് മരിച്ചു. ഈ കാര്യം സൽമയെ അറിയിക്കുവാൻ നിരവധി തവണ അവർ ഫോണിൽ അവളെ വിളിച്ചു. പക്ഷേ സ്വിച്ച് ഓഫ് എന്നാണ് മറുപടി വന്നത്. തൊട്ടു പിന്നാലെ സൽമയുടെ കൊളീഗ്സിനെയും അതുപോലെ ഫ്രണ്ട്സിനെയും വിളിച്ച് കാര്യം പറഞ്ഞു. സൽമയെ നിങ്ങൾ കാണുകയാണെങ്കിൽ പിതാവ് മരിച്ച കാര്യം അവളെ അറിയിക്കുവാൻ പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടു. എന്നിട്ടും അവൾ വീട്ടിലേക്ക് വന്നില്ല. അപ്പോൾ മുതലാണ് സൽമയുടെ അമ്മയ്ക്ക് ചില സംശയങ്ങൾ തോന്നുവാൻ തുടങ്ങിയത്. എത്രയൊക്കെ പിണക്കമുണ്ടെങ്കിലും പിതാവ് മരിച്ച വാർത്ത അറിഞ്ഞാൽ സൽമ ഓടി വരേണ്ടതാണ്. സ്വന്തം പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുക മാത്രം അത്ര കഠിന ഹൃദയമൊന്നുമല്ല അവൾ. ഈ അവസരത്തിൽ പോലും അവൾക്ക് വരുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിന്റെ അർത്ഥം അവൾക്ക് മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ വലിയൊരു അപകടമായിരിക്കാം. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പോലീസിൽ പരാതിയുമായിട്ട് വന്നത്. ഈ ന്യായം പോലീസിനും ബോധ്യമായി. അവർക്ക് കാര്യങ്ങളെല്ലാം കൺവിൻസ് ആയി. അന്വേഷണത്തിൽ പോലീസ് മറ്റൊരു കാര്യം കൂടി കണ്ടുപിടിച്ചിരുന്നു. സൽമ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടി അപ്പോഴും റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും പോലീസ് അനുമാനിച്ച കാര്യം ഇതാണ്. ഒന്നുകിൽ സൽമ സ്വമേധയാ ട്രെയിൻ കയറി മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവളെ മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടു പോയിരിക്കും. ഈ 2 സാധ്യതകൾ മാത്രമാണ് പോലീസിന്റെ മനസ്സിൽ അപ്പോൾ തെളിഞ്ഞത്. അവർ ആ വഴിക്ക് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സൽമയുടെ കാമുകനായ മധുർ സാഹുവിനെ അവർ ചോദ്യം ചെയ്തു. പക്ഷെ അതുകൊണ്ടും യാതൊരു കാര്യവും ഉണ്ടായില്ല. പോലീസിന് കൈമാറുവാനായി വളരെ പെർഫെക്റ്റ് ആയ ഒരു അലിബി അയാളുടെ കൈവശമുണ്ടായിരുന്നു. അന്വേഷണത്തിൽ സൽമ കാണാതായ ദിവസം മധുർ സാഹു അയാളുടെ ജിമ്മിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലായി. അയാൾ മറ്റെവിടേക്കും പോയിട്ടുമില്ല. പോലീസിന്റെ മുൻപിൽ ഇപ്പോഴുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിട്ടുള്ള സൽമയുടെ സ്കൂട്ടി മാത്രമാണ്. അവിടെ വെച്ച് കാര്യങ്ങൾ ഡെഡ് എൻഡ് ആയെന്ന് പറയാം. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സൽമ സുൽത്താന എവിടേക്കാണ് പോയത്? അവൾക്ക് എന്താണ് സംഭവിച്ചത്? അതൊരു സമസ്യയായിട്ട് അവശേഷിച്ചു. ഉത്തരമില്ലാത്തൊരു സമസ്യ. അങ്ങനെ ദിവസങ്ങൾ മുൻപോട്ട് പോയി. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളും. വൈകാതെ സൽമ സുൽത്താന കേസ് ഒരു കോൾഡ് കേസായിട്ട് മാറുകയാണ്. ഈ അവസരത്തിലാണ് നമ്മൾ ഇൻട്രോയിൽ കണ്ടതുപോലെ 2023 ഫെബ്രുവരി മാസം SP റോബിൻസൺ ഈ കേസിലേക്ക് കടന്നു വരുന്നത്.
സൽമയുടെ കേസ് ഫയൽ മുഴുവൻ വായിച്ച റോബിൻസന്റെ ഉള്ളിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു. 5 വർഷങ്ങൾക്ക് മുൻപ് ഈ കേസ് ആദ്യമായിട്ട് അന്വേഷിച്ച പോലീസ് ഓഫീസർമാർക്ക് മുൻപോട്ട് പോകുവാനായിട്ട് യാതൊരു വഴിയുമില്ലായിരുന്നു. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എങ്കിലും ഈ കേസ് ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുവാനും വിജയകരമായിട്ട് പൂർത്തിയാക്കുവാനും അദ്ദേഹം തീരുമാനിച്ചു. അന്വേഷണത്തിന്റെ ആദ്യപടിയായിട്ട് സൽമയുടെ മൊബൈൽ ഫോൺ കോൾ റെക്കോർഡ്സ്, അതുപോലെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, ഇതെല്ലാം അദ്ദേഹം പരിശോധനയ്ക്ക് വിധേയമാക്കി. പ്രത്യേകമായിട്ടും ഇതെല്ലാം ഇപ്പോൾ ആക്റ്റീവ് ആണോ എന്ന് പരിശോധിച്ചു. അല്ലെങ്കിൽ അവസാനമായിട്ട് എന്നാണ് ആക്റ്റീവ് ആയിരുന്നത് എന്ന് അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. സൽമയുടെ മൊബൈൽ ഫോൺ ആക്റ്റീവ് ആയിരുന്നത് അവൾ കാണാതാകുന്നതിന്റെ തലേ ദിവസമാണ്. അതായത് ഒക്ടോബർ 20, 2018. അതിനുശേഷം സൽമ ആരെയും വിളിച്ചിട്ടുമില്ല. ആ ഫോണിലേക്ക് മറ്റാരുടെയും കോൾ വന്നിട്ടുമില്ല. കാണാതാകുന്നതിന്റെ തലേ ദിവസം സൽമ ഏറ്റവും കൂടുതൽ സമയം ആരുമായിട്ടാണ് മൊബൈലിൽ സംസാരിച്ചത് എന്ന് അദ്ദേഹം പരിശോധിച്ചു. കിട്ടിയ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അന്നേ ദിവസം സൽമ ഏറ്റവും അധികം നേരം സംസാരിച്ചത് അവളുടെ ബോയ്ഫ്രണ്ടായ മധുർ സാഹുവുമായിട്ടാണ്. എന്നാൽ ഇതൊരു തെളിവായിട്ട് എടുക്കുവാൻ കഴിയില്ല. കാരണം ഇവർ കാമുകന്മാരാണ്. അങ്ങനെയുള്ളവർക്കിടയിൽ ദീർഘനേര സംഭാഷണം ഒരു സാധാരണ കാര്യമാണ്. അതിനുശേഷം റോബിൻസൺ ചെയ്ത കാര്യം ഇതാണ്. സൽമയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു. അവൾ കാണാതായ ദിവസം മുതൽ ഇന്നുവരെ ഇതിനിടയിലുള്ള സമയത്ത് അവളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആയിരുന്നു എന്ന് അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ പോലീസിന് ഒരു കാര്യം മനസ്സിലായി. കാണാതായ ശേഷവും സൽമയുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആയിരുന്നു. അതും 1-2 ദിവസമോ അല്ലെങ്കിൽ 1-2 ആഴ്ചകളോ അല്ല. ഏകദേശം 1 വർഷക്കാലം കൃത്യമായിട്ട് ഒരു തവണ പോലും മുടങ്ങാതെ ആ അക്കൗണ്ടിൽ നിന്നും ഒരു ലോണിന്റെ EMI അടച്ചിരുന്നു. എന്നാൽ ഇവിടെയാണ് അടുത്ത ട്വിസ്റ്റ് കടന്നു വരുന്നത്. ആ EMI കൃത്യമായിട്ട് 1 വർഷക്കാലം സൽമയുടെ പേരിൽ അടച്ചുകൊണ്ടിരുന്നത് അവളുടെ കാമുകനായ മധുർ സാഹു ആയിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ട് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായ കാര്യം ഇതാണ്. സൽമ 2018 ഒരു ലോൺ എടുത്തിരുന്നു. ആ ലോണിന്റെ EMI ആണ് മധുർ സാഹു അടച്ചുകൊണ്ടിരുന്നത്. ഇതുവരെയും നടത്തിയ അന്വേഷണത്തിൽ സംശയത്തിന്റെ പരിധിയിൽ വരുന്ന ഒരാളെ അവർ കണ്ടെത്തിയിരിക്കുന്നു, മധുർ സാഹു. വേണമെങ്കിൽ അവർക്കിപ്പോൾ ചോദ്യം ചെയ്യുവാനായിട്ട് അവനെ വിളിപ്പിക്കാം. പക്ഷെ അവരിത് ചെയ്തില്ല. പോലീസ് നേരെ സൽമയ്ക്ക് ലോൺ കൊടുത്ത യൂണിയൻ ബാങ്കിലേക്കാണ് പോയത്. എന്നിട്ട് മധുർ സാഹുവിന്റെ സൽമയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞു. ഈ അക്കൗണ്ടുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വേണമെന്ന് ആവശ്യപ്പെട്ടു. 2 അക്കൗണ്ടുകളും പരിശോധിച്ച ബാങ്ക് ഓഫീസർമാർ പറഞ്ഞത് എങ്ങനെയാണ്? ലോൺ എടുത്തത് സൽമയാണ്. എന്നാൽ അവൾ ലോൺ അടയ്ക്കാതെ എവിടേക്കോ പോയി. ഞങ്ങൾ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും അവളെ കണ്ടുപിടിക്കുവാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ കോ ആപ്ലിക്കന്റ് ആയ മധുർ സാഹുവിനെ സമീപിച്ചു. ആ സമയത്ത് മധുർ സാഹു ഞങ്ങളോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. പിന്നീട് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ അയാൾ വേറെയും നിരവധി ബാങ്കുകളിൽ നിന്നും ഇതുപോലെ ലോൺ എടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ അടവ് മുടങ്ങിക്കിടക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട അയാൾക്കെതിരെ നിരവധി കേസുകളുമുണ്ട്. ഇതോടെ മധുർ സാഹു ഒരു ഫ്രോഡാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതോടെ SP റോബിൻസണ് ഒരു കാര്യം മനസ്സിലായി. മധുർ സാഹുവിനെ ചോദ്യം ചെയ്യുവാൻ സമയമായിരിക്കുന്നു. അയാളുടെ വീട്ടിലും ജിമ്മിലുമെല്ലാം പോലീസ് അന്വേഷിച്ചു. പക്ഷെ അവനെ കണ്ടുകിട്ടിയില്ല. ഇതോടെ പോലീസ് അടുത്ത നടപടിയിലേക്ക് കടന്നു. മധുർ സാഹുവിന്റെ അടുത്ത കൂട്ടുകാരും അതുപോലെ ജിമ്മേറ്റ്സുമായിട്ടുള്ള 5 പേരെ അവർ പിടികൂടി. എന്നിട്ട് അവരെ ചോദ്യം ചെയ്തു. മധുർ സാഹുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണ്? അവന്റെ സ്വഭാവം എന്താണ്? രീതികൾ എങ്ങനെയാണ്? അവനിപ്പോൾ എവിടെയുണ്ട്? അങ്ങനെ ഒന്നൊന്നായിട്ട് പോലീസ് ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി. ഈ ചോദ്യം ചെയ്യൽ നടക്കുന്ന സമയത്ത് പോലീസ് ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. ഇപ്പോൾ പിടികൂടിയ ഈ 5 പേരിൽ 2 പേർ പരസ്പര വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അവരുടെ മുഖത്ത് ഒരു പരിഭ്രമവും അതുപോലെ വാക്കുകളിൽ നടുക്കവും കാണുന്നുണ്ട്. ആ 2 കൂട്ടുകാരുടെ പേരുകൾ ഇതാണ്. ഒന്നാമൻ കൗശൽ ശ്രീവാസ്, വയസ്സ് 29. രണ്ടാമൻ അതുൽ ശർമ്മ, വയസ്സ് 26. അതുലിന്റെയും കൗശലിന്റെയും ഉത്തരങ്ങളിൽ സംശയം തോന്നിയ പോലീസ് ഇരുവരെയും വേറെ വേറെ മുറികളിലിരുത്തി. എന്നിട്ട് ചോദിക്കേണ്ട രീതിയിൽ നന്നായിട്ടങ്ങ് ചോദിച്ചു. അപ്പോഴാണ് സൽമ സുൽത്താനയ്ക്ക് അന്ന് എന്താണ് സംഭവിച്ചത് എന്ന യാഥാർത്ഥ്യം മെല്ലെ പുറത്തേക്ക് വന്നത്. ആരെയും ഞെട്ടിക്കുന്ന ഒരു ക്രൈമിന്റെ പിന്നാമ്പുറ ചരിത്രമായിരുന്നു അവരിൽ നിന്നും പുറത്തേക്ക് വന്നത്. അതിനെല്ലാം കാരണം ഒരു സിനിമയും, നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു സിനിമ. തുടക്കത്തിൽ മധുർ സാഹുവും സൽമയും തമ്മിലുള്ള ലിവിംഗ് റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് മധുർ സാഹു സൽമയോട് തനിക്ക് ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു 7 ലക്ഷം രൂപ കടമായിട്ട് ആവശ്യപ്പെട്ടത്. എന്തായാലും ഭാവിയിൽ തന്റെ ഭർത്താവ് ആകുവാൻ പോകുന്നവനാണല്ലോ, അതുകൊണ്ട് അവൻ ചോദിച്ച പണം കൊടുക്കാമെന്ന് സൽമയും തീരുമാനിച്ചു. അതിനുവേണ്ടി അവൾ യൂണിയൻ ബാങ്കിൽ നിന്നും ഒരു 7 ലക്ഷം രൂപ ലോൺ എടുത്തു. ദിവസങ്ങൾ അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. വൈകാതെ ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ വീഴുവാൻ തുടങ്ങി. പോകെ പോകെ സൽമയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. മധുർ സാഹുവിന്റെ സ്വഭാവം അത്ര ശരിയല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതായിരുന്നു. മധുർ സാഹു ലോൺ കൃത്യമായിട്ട് അടയ്ക്കുന്നില്ല. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരവും കൊടുക്കുന്നില്ല. അയാൾ മെല്ലെ മെല്ലെ സൽമയെ അവോയ്ഡ് ചെയ്യുവാൻ ആരംഭിച്ചു. വൈകാതെ ഇരുവരും തമ്മിൽ വഴക്കായി. അതും 1-2 തവണയല്ല, ദിവസത്തിൽ പലതവണ ഇവർ വഴക്കടിക്കും. 2018 ഒക്ടോബർ 20 വെള്ളിയാഴ്ച രാത്രി സമയം, എന്ന് വെച്ചാൽ സൽമ കാണാതായ ദിവസം.
പതിവ് പോലെ സൽമയും മധുർ സാഹുവും തമ്മിൽ വഴക്കിട്ടു. ഇത്തവണ അവരുടെ വഴക്ക് അല്പം കടന്നുപോയെന്ന് പറയാം. ഈ വഴക്ക് നടക്കുന്നതിനിടയിൽ മധുർ സാഹു തന്റെ ഫോൺ എടുത്ത് കൂട്ടുകാരനെ വിളിച്ചു. എന്നിട്ട് എത്രയും വേഗം ഫ്ളാറ്റിലേക്ക് വരുവാനായിട്ട് ആവശ്യപ്പെട്ടു. ആ കൂട്ടുകാരൻ മറ്റാരും ആയിരുന്നില്ല, ഇപ്പോൾ പോലീസിന്റെ മുൻപിൽ കുറ്റസമ്മതം നടത്തുന്ന കൗശൽ ശ്രീവാസ് ആയിരുന്നു. അല്പസമയത്തിനുള്ളിൽ കൗശൽ ശ്രീവാസ് അവരുടെ അപ്പാർട്ട്മെന്റിലെത്തി. വാതിൽ തുറന്ന അയാൾ കണ്ട കാഴ്ച ഇതാണ്. സൽമയും സാഹുവും തമ്മിൽ അലറി വിളിച്ചുകൊണ്ട് പരസ്പരം ആക്രമിക്കുന്നു. ഈ കാഴ്ച കണ്ട് കൗശൽ ഒരു നിമിഷം അന്താളിച്ചു നിന്നു. മധുർ സാഹു സൽമയുടെ കഴുത്തിലുണ്ടായിരുന്ന ഷാള് വലിച്ചെടുത്തു. പിന്നെ അവളുടെ കഴുത്തിൽ കുരുക്കിട്ടത് മുറുക്കുവാൻ തുടങ്ങി. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുന്ന കൗശൽ ആ സമയത്ത് എന്തായിരിക്കും ചെയ്യുക? അവൻ പോയിട്ട് മധുർ സാഹുവിനെ തടയുവാനായിട്ട് ശ്രമിക്കും. അവളുടെ കഴുത്തിൽ നിന്നും ഷാൾ വലിച്ചു മാറ്റുവാനായിട്ട് ശ്രമിക്കും. അങ്ങനെയായിരിക്കും നിങ്ങൾ വിചാരിക്കുക. എന്നാൽ ഇവിടെ സംഭവിച്ചത് അങ്ങനെയല്ല. അതിനു പകരം ജീവന് വേണ്ടി പിടയുന്ന സൽമയുടെ കയ്യിലും കാലിലും അവൻ അമർത്തി പിടിച്ചു, അവൾ എങ്ങോട്ടും ചലിക്കാതിരിക്കുവാനായിട്ട്. അതിന് കാരണം ഇതായിരുന്നു. ഈ ഫ്ളാറ്റിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ കൗശലിന് അറിയാമായിരുന്നു മധുർ സാഹു സൽമയെ കൊല്ലുവാനായിട്ട് പോവുകയാണെന്ന്. താൻ അവനെ അതിന് സഹായിക്കുവാനാണ് പോകുന്നത് എന്നും. സൽമയെ കൊലപ്പെടുത്തുവാൻ സഹായിച്ചാൽ നിനക്ക് 20 ലക്ഷം രൂപ തരാമെന്ന് മധുർ സാഹു കൗശലിനോട് പറഞ്ഞിരുന്നു. 20 ലക്ഷം രൂപ എന്നാൽ വലിയൊരു തുകയാണ്. അത്രയധികം തുക കിട്ടുമെന്ന് കേട്ടപ്പോൾ കൗശലിന്റെ കണ്ണും മഞ്ഞളിച്ചു. അങ്ങനെയാണ് അവനും ഈ ക്രൈമിൽ പങ്കാളിയായത്. പിന്നെ അധികം സമയമെടുത്തില്ല, സൽമ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇവർ ചേർന്നൊരു പ്ലാൻ തയ്യാറാക്കി. ആ പ്ലാൻ ആകട്ടെ സിനിമയെ വില്ലെന്ന ഒന്നായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഒരു പ്ലാൻ. അതായിരുന്നു അന്നവർ നടപ്പിലാക്കിയത്. സൽമ കൊല്ലപ്പെടുന്ന സമയത്ത് മധുർ സാഹുവിനെയും കൗശലിനെയും കൂടാതെ മറ്റൊരാൾ കൂടി ആ വീട്ടിലുണ്ടായിരുന്നു. മധുർ സാഹുവിന്റെ ജിമ്മിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായ കോമൽ സിംഗ് രജ്പുത്ത് ആയിരുന്നു അത്. പിന്നീട് കോമൽ സിംഗ് കോടതിയിൽ കൊടുത്ത മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ ആരെയും ഞെട്ടിക്കുന്ന ഒന്നാണ്. കൊല്ലപ്പെട്ട് കിടക്കുന്ന സൽമയുടെ ശരീരത്തിനരികിൽ യാതൊരു മനസ്താപവുമില്ലാതെ മധുർ സാഹു നിന്നു. അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചു. എന്നിട്ട് അവളുടെ തല കയ്യിലെടുത്തുകൊണ്ട് ഒരു പാട്ട് പാടി. തുജെ നരാസ് നഹിമേ സിന്ദഗി ഹെറാൻ ഹൂ മേം. ഇതായിരുന്നു അയാൾ പാടിയ പാട്ട്. എന്നിട്ട് കൊമാൽ സിംഗിനെ അയാൾ ഭീഷണിപ്പെടുത്തി. നീ ഈ കാര്യം പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ ഇതേ വിധി തന്നെയായിരിക്കും നിനക്ക്. കൊമാൽ സിംഗിനും അയാളെ എതിർത്ത് ഒന്നും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. അതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. സൽമ സുൽത്താനയുമായിട്ട് അടുക്കും മുൻപ് ഈ കൊമാൽ സിംഗുമായിട്ടൊരു അഫയർ ഉണ്ടായിരുന്നു മധുർ സാഹുവിന്. ആ സമയത്ത് അവർ ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസും അയാൾ എടുത്തു വെച്ചിരുന്നു. ഈ ചിത്രങ്ങളും വീഡിയോകളും കാട്ടി അയാൾ പലപ്പോഴും അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, തന്റെ വരുതിക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. പിന്നീട് സൽമയുമായിട്ട് അയാൾ അടുത്തു കഴിഞ്ഞപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ബന്ധത്തിൽ നിന്നും അവൾ പിന്മാറുകയായിരുന്നു. ഇവർ പ്ലാൻ ചെയ്തതുപോലെ ഇപ്പോൾ സൽമ മരിച്ചിരിക്കുന്നു. ഇനി അവളുടെ ബോഡി ഡിസ്പോസ് ചെയ്യണം. അതിന് ഈ 2 പേർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. മൂന്നാമത് കൂടെയുള്ളത് ഒരു സ്ത്രീയാണ്, കോമൽ സിംഗ് രാജ്പുത്ത്. അവളെ കൊണ്ട് ഒന്നിനും കഴിയില്ല. പേടിച്ചു വിറച്ച മുറിയുടെ ഒരു മൂലയ്ക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ വേറെ ഒരു കാര്യം ചെയ്തു. ഇവരുടെ മറ്റൊരു കൂട്ടുകാരനായ അതുൽ ശർമ്മയെ ഫോണിൽ വിളിച്ച് എത്രയും വേഗം ഇവിടേക്ക് വരുവാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം ഈ 3 പേരും ചേർന്ന് സൽമയുടെ ബോഡി മറവ് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. ആ സമയത്തും അവർ താമസിക്കുന്ന ഫ്ളാറ്റിന് പുറത്ത് ആൾസഞ്ചാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അല്പം കൂടി കാത്തിരിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. വൈകാതെ രാത്രി 1 മണിയായി. 3 പേരും ചേർന്ന് സൽമയുടെ ജഡം ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് ചുമന്ന് താഴെ എത്തിച്ചു. എന്നിട്ടത് കാറിന്റെ ബാക്ക് സീറ്റിൽ വെച്ച് ഡ്രൈവ് ചെയ്ത് മുൻപോട്ട് പോയി. ജഡം ഉപേക്ഷിക്കുവാൻ പറ്റിയ സ്ഥലം ഏതാണ്? 3 പേരും ചേർന്ന് കൂലങ്കുഷമായിട്ട് ആലോചിച്ചു. അവർക്ക് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല. അപ്പോഴാണ് അതുൽ ശർമ്മ ഒരു ഐഡിയ ഇവർക്ക് മുൻപിൽ വെക്കുന്നത്. ആ സമയത്ത് കോർബ നാഷണൽ ഹൈവേക്ക് വേണ്ടി റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ സോളിംഗ് അടക്കം മറ്റുള്ള വർക്കുകളെല്ലാം തീർന്നു കിടക്കുകയാണ്. അടുത്ത ആഴ്ച അവിടെ ടാറിംഗ് നടക്കും. ഈ സാഹചര്യം മുതലാക്കി നമ്മൾ റോഡിൽ തന്നെ ഒരു കുഴിയെടുത്ത് ജഡം അതിലിട്ട് മൂടുകയാണെങ്കിൽ അടുത്ത ആഴ്ച അതിന് മുകളിലൂടെ ടാറിംഗ് കടന്നു പോകും. പിന്നെ ഒരിക്കലും ആരും അവളെ കണ്ടുപിടിക്കില്ല. നമ്മൾ സേഫ് ആയിരിക്കും. ഇതായിരുന്നു അതുൽ ശർമ്മയുടെ മനസ്സിൽ വന്ന ഐഡിയ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സിനിമ കടന്നു വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. 2013 പുറത്തു വന്ന ദൃശ്യം എന്ന മൂവി. ആ സിനിമയിൽ നായകനായ മോഹൻലാൽ എന്താണ് ചെയ്തത്? തന്റെ വീട്ടിൽ അതിക്രമിച്ചു വന്ന ഒരാളെ കൊലപ്പെടുത്തി. എന്നിട്ട് ആ ജഡം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ അടിയിലായിട്ട് കുഴിച്ചിട്ടു. ആർക്കും കണ്ടെത്തുവാൻ കഴിയാത്ത വിധം ഒരു ക്രൈം സമർത്ഥമായിട്ട് അങ്ങനെ മറച്ചു വെച്ചു. ഞാൻ ഈ സിനിമയെക്കുറിച്ച് ഇവിടെ പറയുവാനൊരു കാരണമുണ്ട്. 2013 പുറത്തു വന്ന് പിന്നീട് നിരവധി ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്ത ദൃശ്യം എന്ന സിനിമ ഈ 3 പ്രതികളും കണ്ടിരുന്നു. ആ സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇവർ ഈ പ്ലാൻ നടപ്പിലാക്കിയത്. സൽമയുടെ ജഡവും എടുത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേയിലേക്ക് അവർ പുറപ്പെട്ടു. പിന്നെ ഒരു സ്ഥലം കണ്ടെത്തി. എന്നിട്ട് അവിടെ നല്ല ആഴത്തിൽ കുഴിയെടുക്കുവാൻ തുടങ്ങി. 2, 3, 4 മീറ്റർ ആഴത്തിലല്ല അവർ കുഴിയെടുത്തത്, മറിച്ച് 8 മീറ്റർ ആഴത്തിൽ വലിയൊരു കുഴിയാണ് എടുത്തത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയൊരു കുഴി അവർ എങ്ങനെ എടുത്തു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. കാരണം നേരം പുലരുവാനായിട്ട് ഇനി അധികം സമയമില്ല. കുഴി പൂർത്തിയായ ശേഷം ബെഡ്ഷീറ്റ് ചുറ്റപ്പെട്ട് കിടക്കുന്ന സൽമയുടെ ശരീരത്തിന് മുകളിലൂടെ അവർ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറ്റൊരു ചുറ്റുകൂടി ചുറ്റി. എന്നിട്ട് ആ കുഴിയിലേക്ക് ജഡം ഡംപ് ചെയ്ത് പുറമെ ആർക്കും ഒന്നും അറിയാത്ത വിധം കുഴി മൂടി. നേരം പുലരും മുൻപാണ് ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്തു തീർത്തത്. എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി. അതിന്റെ അടുത്ത ദിവസം മധുർ സാഹു പതിവ് പോലെ തന്റെ ജിമ്മിലേക്ക് പോയി. കൗശൽ ചെയ്തത് മറ്റൊരു കാര്യമാണ്.
അപ്പോഴും ഫ്ളാറ്റിന് മുൻപിൽ കിടക്കുന്ന സൽമയുടെ സ്കൂട്ടിയും എടുത്തുകൊണ്ട് അവൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. എന്നിട്ട് അവിടെ ഒരിടത്ത് സ്കൂട്ടി പാർക്ക് ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് സൽമ കാണാതായത് എന്ന് അവർ വരുത്തി തീർത്തു. അങ്ങനെ ഈ കേസിനെ സമർത്ഥമായിട്ട് വഴിതിരിച്ചു വിടുവാൻ ഇവർക്ക് സാധിച്ചു. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം, ഇവർ റോഡിൽ അത്രയും വലിയൊരു കുഴിയെടുക്കുന്ന സമയത്ത് അതുവഴി മറ്റു വാഹനങ്ങളൊന്നും വരില്ലേ, അവർ ഇവരെ കാണില്ലേ എന്ന്. നിശ്ചയമായിട്ടും കാണുവാനായിട്ട് യാതൊരു വഴിയുമില്ല. കാരണം റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് വാഹനങ്ങളെല്ലാം ദൂരെ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കും. ഏതു വിധത്തിൽ നോക്കിയാലും സാഹചര്യങ്ങളെല്ലാം അന്ന് ഇവർക്ക് അനുകൂലമായിരുന്നു എന്ന് വേണം പറയുവാൻ. പിന്നീട് അവർ വിചാരിച്ചതിലും എളുപ്പത്തിലാണ് കാര്യങ്ങൾ നടന്നത്. ഒരാഴ്ച കഴിഞ്ഞായിരിക്കും ടാറിംഗ് നടക്കൂ എന്നാണ് ഇവർ കണക്ക് കൂട്ടിയത്. പക്ഷേ അതിനു മുൻപ് ജഡം കുഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അതുവഴി ടാറിംഗ് കടന്നുപോയി. അതോടെ തങ്ങൾ സേഫായി എന്നാണ് അവർ വിചാരിച്ചത്. മധുർ സാഹു ആകട്ടെ തന്റെ നേർക്ക് സംശയം വരാതിരിക്കുവാനായിട്ട് മറ്റൊരു കാര്യം കൂടി ചെയ്തു. 2018 മുതൽ 2019 വരെ സൽമ എടുത്ത ബാങ്ക് ലോണിന്റെ EMI വളരെ കൃത്യമായിട്ട് അടച്ചു. പക്ഷേ 2019 അവനത് സ്റ്റോപ്പ് ചെയ്തു. സത്യം എത്ര കാലം മൂടി വെച്ചാലും ഒരു നാളത് പുറത്തു വരുമെന്നാണല്ലോ പറയുക. അതാണ് ഇവിടെ സംഭവിച്ചത്. 5 വർഷത്തിന് ശേഷം വളരെ അവിചാരിതമായിട്ട് SP റോബിൻസൺ ഗുരിയ സൽമയുടെ കേസ് ഫയൽ കാണുകയും എന്തു വില കൊടുത്തും താൻ ഈ കേസ് തെളിയിക്കുമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കടുകിട തെറ്റാതെയുള്ള അന്വേഷണം ഒടുവിൽ ഈ കേസിനെ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നു. കൂട്ടുപ്രതികളുടെ കൺഫെഷൻ എല്ലാം വ്യക്തമായിട്ടും രേഖപ്പെടുത്തിയ പോലീസ് മധുർ സാഹുവിനെ തിരയുവാൻ ഒരു ടീം തയ്യാറാക്കാമെന്ന് പറഞ്ഞു. എന്നാൽ റോബിൻസൺ അത് വേണ്ടെന്ന് പറഞ്ഞു. കാരണം കുറ്റവാളി പോലീസിനെ തേടി നാളെ ഇവിടേക്ക് വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അല്ലെങ്കിൽ താൻ അവനെ വരുത്തുമെന്ന് അദ്ദേഹത്തിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. SP റോബിൻസൺ കൗശലിനോട് അപ്പോഴും അജ്ഞാതനായി കഴിയുന്ന മധുർ സാഹുവിനെ ഫോൺ വിളിക്കുവാനും എന്നിട്ട് ഇങ്ങനെ പറയുവാനും ആവശ്യപ്പെട്ടു. പോലീസിന് നമ്മുടെ നേർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അവർ ഈ കേസ് റീഓപ്പൺ ചെയ്തുവെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, എത്രയും വേഗം കോർബയിലേക്ക് മടങ്ങി വരണം. എന്തെങ്കിലും എവിഡൻസ് ആ ഫ്ളാറ്റിൽ ബാക്കിയുണ്ടെങ്കിൽ നമുക്കത് നശിപ്പിച്ചു കളയണം. റോബിൻസൺ എന്താണോ പറഞ്ഞത് അത് അതുപോലെ കൗശൽ മധുർ സാഹുവിനെ വിളിച്ചറിയിച്ചു. ഈ ഇൻഫർമേഷൻ കിട്ടിയതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം വിചാരിച്ചതുപോലെ മധുർ സാഹു കോർബ സിറ്റിയിൽ എത്തുകയാണ്. കോർബയിൽ കാലുകുത്തിയ ആ സെക്കൻഡിൽ പോലീസ് അവനെ അറസ്റ്റും ചെയ്തു. അതോടെ മുഖ്യ പ്രതിയും പിടിയിലായി. ഇപ്പോൾ 3 പേരെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് അവരെ ഒരുമിച്ചിരുത്തി വിചാരണ ചെയ്തു. സൽമയുടെ ജഡം എവിടെയാണ് കുഴിച്ചിട്ടത്, അതേക്കുറിച്ച് എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ആ സ്ഥലത്തുള്ള എന്തെങ്കിലും ഒരു അടയാളം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതൊക്കെയായിരുന്നു പോലീസ് അവരോട് ചോദിച്ച ചോദ്യങ്ങൾ. എന്നാൽ ഈ ക്രൈം നടന്നിട്ട് ഇപ്പോൾ 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ സ്ഥലത്തെക്കുറിച്ച് തങ്ങൾക്ക് യാതൊരു ഓർമ്മയുമില്ലെന്നാണ് അവർ മറുപടി പറഞ്ഞത്. ഈ മറുപടി പോലീസിനെ ആകെ കുഴപ്പിച്ചു എന്ന് വേണം പറയുവാൻ. ഇവർ പറയുന്നത് വെച്ചിട്ട് ഊഹത്തിന്റെ പുറത്ത് നാഷണൽ ഹൈവേ കുഴിക്കുവാനായിട്ട് കഴിയില്ല. സൽമയുടെ ജഡം കുഴിച്ചിട്ട സ്ഥലം കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാതെ ഹൈവേയിൽ അവിടെയും ഇവിടെയും കുഴിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. മാത്രവുമല്ല പൊതുജനങ്ങൾക്ക് അത് വലിയ ശല്യമാകും. അതും കൂടാതെ സർക്കാരിന്റെ സമ്പത്ത് ദൂർത്തടിക്കുന്ന ഒരു നടപടി കൂടിയാണിത്. ഈ കാരണങ്ങൾ കൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഒരിക്കലും ഇതിന് അനുമതി നൽകില്ല. അവർ അനുവദിച്ചാൽ മാത്രമാണ് ഹൈവേയിൽ ഒരു ചെറിയ കുഴിയെങ്കിലും എടുക്കുവാൻ കഴിയൂ. ഇതറിയാവുന്നതുകൊണ്ട് SP റോബിൻസൺ വളരെ ശാന്തമായിട്ട് അവരോട് വീണ്ടും സംസാരിച്ചു. നിങ്ങൾക്ക് ആ സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? ജഡം കുഴിച്ചിരുന്ന സമയത്ത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ആ സമയത്താണ് പ്രതികളിൽ ഒരാളായ അതുൽ ശർമ്മയ്ക്ക് ഒരു കാര്യം ഓർമ്മയിലേക്ക് വന്നത്. അവൻ SP-യോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ സൽമയെ കുഴിച്ചിട്ട സ്ഥലത്ത് വലിയൊരു മരം നിൽപ്പുണ്ടായിരുന്നു. ചുറ്റുമുള്ള മറ്റു മരങ്ങളെക്കാളും ഈ മരത്തിന് വലിപ്പം കൂടുതലായിരുന്നു. അതുമാത്രമാണ് എൻ്റെ ഓർമ്മയിലുള്ളൊരു കാര്യം. ഈ ഉത്തരവും കുഴപ്പിക്കുന്ന ഒന്നാണ്. കാരണം ഇത് 100 കിലോമീറ്ററോളം ദൂരമുള്ളൊരു ഹൈവേ ആണ്. 5 വർഷങ്ങൾക്ക് മുൻപ് ഹൈവേയുടെ പണി നടക്കുന്ന സമയത്ത് അവിടെയുള്ള നിരവധി മരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു. ഇവർ പറയുന്ന മരം ഇപ്പോഴും അവിടെ തന്നെയുണ്ടോ, അതോ ആ സമയത്ത് തന്നെ അത് മുറിച്ചു മാറ്റിയോ എന്ന കാര്യമൊന്നും ആർക്കും അറിയില്ല. മാത്രവുമല്ല ഹൈവേയുടെ ഇരുവശത്തുമായി എത്രയോ മരങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ നിന്നും ഇവർ പറയുന്ന മരം കൃത്യമായിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കുവാൻ കഴിയുക? ഇതായിരുന്നു പോലീസിന്റെ മുൻപിൽ ഉയർന്ന ചോദ്യങ്ങൾ. എന്നാൽ SP റോബിൻസൺ ഗുരിയയെ സംബന്ധിച്ച് ഈ ഇൻഫർമേഷൻ ധാരാളമായിരുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 2019 UPSC എക്സാം പാസ്സായത്. വെറുതെ പാസ്സാവുക മാത്രമല്ല, ടോപ്പ് 15 അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ താല്പര്യമുള്ള വ്യക്തിയുമാണ്. ഈ ഇൻവെസ്റ്റിഗേഷനിൽ മോഡേൺ ടെക്നോളജി ഉൾപ്പെടുത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് ഗൂഗിൾ എർത്ത് പ്രോ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് ബാക്കിലേക്ക് പോയി 2018 ഇവർ പറയുന്നത് പോലെയുള്ളൊരു മരം അവിടെ ഉണ്ടോ എന്ന് കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചു. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ഈ 3 പേരും ചേർന്ന് സൽമയുടെ ജഡം കുഴിച്ചിടുന്ന സമയത്ത് ആ ഹൈവേ ഒരു ഒറ്റവരി പാതയായിരുന്നു. എന്നാൽ പിന്നീട് വന്ന 5 വർഷത്തിനുള്ളിൽ കഥയാകെ മാറി. അതിപ്പോൾ ഒരു 4 വരി പാതയാണ്. ഈ ആവശ്യത്തിന് വേണ്ടി വീണ്ടും നിരവധി മരങ്ങൾ അവിടെ നിന്നും മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതോടെ അവരുടെ അന്വേഷണം ഒന്ന് പോസായെന്ന് വേണം പറയുവാൻ. എങ്കിലും ഇത്രയും ദൂരം ഈ അന്വേഷണം കൊണ്ടുവന്ന് എത്തിച്ചതാണ്. അതുകൊണ്ട് എന്തു വന്നാലും ഇനി ഇതിലൊരു പിന്മാറ്റമില്ല.
റോബിൻസണും കൂട്ടരും അവിടെയുള്ള ലോക്കൽ വില്ലേജേഴ്സിനെയും അതുപോലെ ഫോറസ്റ്റ് ഓഫീസർമാരെ സമീപിച്ചു. എന്നിട്ട് 2018 അസാമാന്യ വലിപ്പമുള്ള ഒരു മരം ഇവിടെ എവിടെയെങ്കിലും നിന്നിരുന്നോ, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഈ അന്വേഷണം കേസിനെ വളരെയധികം സഹായിച്ചു എന്ന് വേണം പറയുവാൻ. അവരിൽ നിന്നും ധാരാളം ഇൻഫർമേഷൻ പോലീസിന് കിട്ടി. അവരിൽ ചിലർ ഓർക്കുന്നുണ്ടായിരുന്നു അസാധാരണ വലിപ്പമുള്ള ഒരു മരം ഇന്ന പ്രദേശത്ത് നിൽപ്പുണ്ടായിരുന്നു എന്ന കാര്യം. ഗൂഗിൾ എർത്തിന്റെ സഹായത്തോടെ ഏകദേശം ഒരു മാപ്പ് റോബിൻസൺ തയ്യാറാക്കിയിരുന്നു. ഗൂഗിൾ എർത്ത് പ്രോയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിന്റെ ഡെസ്ക്ടോപ്പ് വെർഷനിൽ ഇപ്പോഴുള്ള ഒരു സ്ഥലം 5 വർഷം മുൻപ് എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ആ മാപ്പ് ആകട്ടെ നല്ല വലിപ്പമുള്ള ഒന്നായിരുന്നു. എങ്കിലും ഇതിനുള്ളിൽ എവിടെയെങ്കിലും ആയിരിക്കും സൽമയുടെ ജഡം കുഴിച്ചിട്ടത് എന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതോടൊപ്പം ലോക്കൽസ് പറഞ്ഞ ഇൻഫർമേഷനും കൂടി ഒത്തുവന്നപ്പോൾ ഏകദേശം ഒരു സ്ഥലം മാർക്ക് ചെയ്യുവാനായിട്ട് പോലീസിന് കഴിഞ്ഞു. ഇതിനിടയിലാണ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായത്. ഭാഗ്യത്തിന് മേൽ ഭാഗ്യമെന്ന് പറയാം. റോഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട 2017-2018 അവിടെ ഒരു ലാൻഡ് സർവേ നടന്നിരുന്നു. ആ സമയത്ത് ഗവൺമെന്റ് ഓഫീസർമാർ പ്രദേശത്തിന്റെ ചില ഫോട്ടോകൾ എടുത്തിരുന്നു. പോലീസിന്റെ ഭാഗ്യത്തിന് അത്തരം ഒരു ഫോട്ടോയിൽ ഈ മരവും ഉൾപ്പെട്ടിരുന്നു. അതിനുശേഷം പോലീസ് സമീപിച്ചത് PWD ഡിപ്പാർട്ട്മെന്റിനെയാണ്. ഇത്രയും തെളിവുകൾ മുൻപോട്ട് വെച്ച ശേഷം 2018 ആ മരം കൃത്യമായിട്ടും എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾക്ക് കണക്കുകൂട്ടി പറയുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു. PWD ഓഫീസർമാർ അവരുടെ ഫയലുകൾ പരിശോധിച്ചു. അതിനുശേഷം ആ സ്ഥലത്ത് വന്ന് അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ ഒരു അന്വേഷണം നടത്തി. എന്നിട്ട് 4 പോയിന്റുകൾ മാർക്ക് ചെയ്തു കൊടുത്തു. ഈ 4 പോയിന്റിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ആ മരം ഉണ്ടായിരുന്നത് എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. പ്രതികൾ പോലീസിനോട് പറഞ്ഞത് ഈ മരത്തിനോട് ചേർന്ന് അല്പം മുൻപിലായിട്ടാണ് സൽമയുടെ ജഡം കുഴിച്ചിട്ടത് എന്നാണ്. അങ്ങനെ വരുമ്പോൾ PWD മാർക്ക് ചെയ്ത ഈ 4 പോയിന്റിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആയിരിക്കും സൽമ കിടക്കുന്നത്. പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല. SP റോബിൻസൺ ഈ ഇൻഫർമേഷൻ എല്ലാം ശേഖരിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് സമർപ്പിച്ചു. എന്നിട്ട് റോഡ് കുഴിക്കുവാനുള്ള പെർമിഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അതോറിറ്റി ഈ റിക്വസ്റ്റ് റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾ പറയും പോലെ സൽമയുടെ ജഡം ഈ സ്ഥലത്ത് ഉണ്ട് എന്നുള്ളതിന് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് യാതൊന്നും ഞങ്ങൾ കാണുന്നില്ല. കൂടാതെ പൊതുജനങ്ങൾക്ക് ഈ നടപടി വലിയൊരു ശല്യമായിരിക്കും. അതുകൊണ്ട് അനുവാദം തരുവാൻ കഴിയില്ല. ഇതായിരുന്നു അവരുടെ മറുപടി. വീണ്ടും ഏതാനും മാസങ്ങൾ കൂടി അങ്ങനെ മുൻപോട്ട് പോയി. സൽമയുടെ ജഡം വീണ്ടെടുക്കുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ റോബിൻസൺ അങ്ങനെ പിന്മാറുന്ന കൂട്ടത്തിലല്ലായിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റിയെ ബോധ്യപ്പെടുത്തുവാൻ സ്ട്രോങ് ആയ ഒരു എവിഡൻസ് കണ്ടെത്തുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അതിനുവേണ്ടി ഈ കേസിൽ ഒരു ടെക്നോളജി ഉൾപ്പെടുത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന ടെക്നോളജിയാണ് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ടെക്നോളജി. സാധാരണയായിട്ട് ഈ മെഷീൻ ഉപയോഗിക്കുന്നത് ഭൂമിക്കടിയിൽ മറിഞ്ഞിരിക്കുന്ന ലോഹങ്ങളും പൈപ്പുകളും അതുപോലെ കോൺക്രീറ്റും മറ്റും കണ്ടെത്തുവാനാണ്. ഇതും കൂടാതെ മറ്റൊരു കാര്യത്തിനു വേണ്ടിയും ഈ മെഷീൻ ഉപയോഗിക്കാറുണ്ട്. അത് ഭൂമിക്കടിയിലുള്ള കാൽസ്യം അടങ്ങിയ കണ്ടന്റുകൾ കണ്ടെത്തുവാനാണ്. നമ്മുടെ ഈ കേസിന് വേണ്ടതും അതുതന്നെയാണ്. അതുകൊണ്ട് SP റോബിൻസൺ ഈ മെഷീൻ കാൽസ്യം കണ്ടെത്തുന്ന രീതിയിൽ ട്യൂൺ ചെയ്തു. അതിന്റെ കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. നമ്മുടെ അസ്ഥികൾ കാൽസ്യം കണ്ടന്റ് ആണ്. ഇങ്ങനെ ചെയ്തതുമൂലം റോഡിനടിയിൽ സൽമയുടെ അസ്ഥികൾ എവിടെയുണ്ടെങ്കിലും ഈ മെഷീൻ ഉപയോഗിച്ച് കണ്ടെത്തുവാൻ കഴിയും. അങ്ങനെ ട്യൂൺ ചെയ്ത ഈ മെഷീൻ ക്രൈം സീനിലേക്ക് കൊണ്ടുപോകും മുൻപ് അവർ മറ്റൊരു പരീക്ഷണം നടത്തി. ഒരു ശ്മശാനത്തിലേക്ക് ഈ മെഷീൻ കൊണ്ടുപോയി. എന്നിട്ട് അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു. റഡാർ വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷം മെഷീൻ ക്രൈം സീനിലേക്ക് കൊണ്ടുവന്ന് പരിശോധന ആരംഭിച്ചു. അധികം സമയമെടുത്തില്ല. പോലീസ് വിചാരിച്ചതുപോലെ മെഷീൻ പ്രവർത്തിച്ചു. അതിൽ നിന്നും ബീപ് ബീപ് ശബ്ദം ഉയരുവാൻ തുടങ്ങി. ഈ നടപടികളെല്ലാം പോലീസ് അപ്പോഴപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഈ തെളിവുകളെല്ലാം രണ്ടാമതും അവർ ഹൈവേ അതോറിറ്റിക്ക് സമർപ്പിച്ചു. ഇത്തവണ എവിഡൻസ് വളരെ സ്ട്രോങ് ആണ്. അവർക്ക് നിരാകരിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഹൈവേ അതോറിറ്റി റോഡ് കുഴിക്കുവാനുള്ള അനുവാദം നൽകി. 2023 ഓഗസ്റ്റ് 22 പോലീസ് റോഡ് കുഴിക്കുവാൻ തുടങ്ങി. വൈകാതെ സൽമയുടെ അസ്ഥികൾ അവർ വീണ്ടെടുത്തു. അസ്ഥികൾ മാത്രമല്ല, അവിടെ നിന്ന് സൽമയുടെ സ്ലിപ്പറും ഹാൻഡ് ബാഗും അതുപോലെ മുടിയിഴകളും അവർക്ക് കിട്ടി. ഇനി അറിയേണ്ടത് ഒരു കാര്യം മാത്രമാണ്. ഇപ്പോൾ വീണ്ടെടുത്ത ഈ അസ്ഥികൂടങ്ങൾ സൽമയുടെ തന്നെയാണോ? അതിനുവേണ്ടി ഈ അസ്ഥികളിൽ നിന്നും DNA വേർതിരിച്ച് സൽമയുടെ മാതാപിതാക്കളുടെ DNAയുമായിട്ട് ഒത്തുനോക്കി. DNA ഫലം അനുകൂലമായിരുന്നു. കൊല്ലപ്പെട്ടത് സൽമ തന്നെയാണ്. അവസാനം കേസ് തെളിഞ്ഞിരിക്കുന്നു. കുറ്റവാളികളെ പോലീസ് സമർത്ഥമായിട്ട് പിടികൂടിയിരിക്കുന്നു. ഈ കഥ ഇവിടം കൊണ്ട് തീർന്നോ എന്ന് ചോദിച്ചാൽ തീർന്നില്ല എന്ന് പറയേണ്ടി വരും. കാരണം മോട്ടീവ് ഓഫ് മർഡർ അതിനിയും കണ്ടെത്തേണ്ടതുണ്ട്. മധുർ സാഹു പോലീസിനോട് പറഞ്ഞത് എന്താണ്? താൻ സൽമയെ കൊണ്ട് അവളുടെ പേരിൽ തനിക്ക് വേണ്ടി ഒരു ലോൺ എടുപ്പിച്ചു. ആ ലോൺ കൃത്യമായിട്ട് അടയ്ക്കുവാനായിട്ട് തനിക്ക് കഴിഞ്ഞില്ല. അതിന്റെ പേരിൽ സൽമയുമായിട്ട് വഴക്കുണ്ടായി. ഈ വഴക്ക് ഒരു സ്ഥിരമായപ്പോൾ അവളെ ഒഴിവാക്കുവാനായിട്ട് താൻ തീരുമാനിച്ചു. അതുവഴി രണ്ടുണ്ട് ഗുണം. ഒന്ന്, സൽമ എന്ന ശല്യം ഒഴിയും. 2, ലോണിന്റെ ബാധ്യത തനിക്ക് ചുമക്കേണ്ടി വരില്ല. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റിൽ തുടക്കം മുതലേ പോലീസിന് വലിയ സംശയമുണ്ടായിരുന്നു. കാരണം സൽമയെ കൊലപ്പെടുത്തുവാൻ തന്നെ സഹായിച്ചാൽ കൗശൽ ശ്രീവാസിന് 20 ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് മധുർ സാഹു അവനോട് പറഞ്ഞത്. ഒരു ക്രൈം മറയ്ക്കുവാൻ 20 ലക്ഷം രൂപ ചെലവാക്കുവാൻ മടിയില്ലാത്തൊരു മനുഷ്യന് എന്തുകൊണ്ട് നിസ്സാരമായ 7 ലക്ഷം രൂപ അടച്ച് ഈ തലവേദന ഒഴിവാക്കിക്കൂടാ? ഈ സംശയം കേസിന്റെ തുടക്കം മുതലേ റോബിൻസൺ ഉണ്ടായിരുന്നു. പക്ഷെ സൽമയുടെ ജഡം കണ്ടെടുത്ത ശേഷം അവനോട് ചോദിക്കാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ചതാണ്. ഇപ്പോഴതിനുള്ള സമയമായിരിക്കുന്നു. SP റോബിൻസൺ വീണ്ടും മധുർ സാഹുവിനെ ചോദ്യം ചെയ്തു. എന്നിട്ട് തന്റെ സംശയം അവന്റെ മുൻപിൽ എടുത്തിട്ടു. അതിനവൻ കൊടുത്ത മറുപടി ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു.
ഈ ക്രൈമിൽ പങ്കാളികളായിട്ടുള്ള അവന്റെ കൂട്ടുകാർക്ക് പോലും അതേക്കുറിച്ച് അറിയില്ലായിരുന്നു. മധുർ സാഹു ഒരു വുമണൈസർ ആയിരുന്നു. സൽമ മാത്രമല്ല, മറ്റു നിരവധി സ്ത്രീകളുമായിട്ടും അവന് ബന്ധമുണ്ടായിരുന്നു. ഈ സ്ത്രീകളെയെല്ലാം സാമ്പത്തികമായിട്ട് അവൻ കബളിപ്പിച്ചിരുന്നു. ചിലരെ ബ്രെയിൻ വാഷ് ചെയ്യും, സൽമയെ പോലെ. മറ്റു ചിലരെ ആവട്ടെ അവരുടെ പ്രൈവറ്റ് വീഡിയോസും പിക്ചേഴ്സും ലീക്കാക്കുമെന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യും. ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് സൽമയെയും അവൻ തന്റെ വലയിലാക്കിയത്, അല്ലെങ്കിൽ വരുതിയിലാക്കിയത്. അവളിൽ നിന്നും കിട്ടാവുന്നത്രയും പണം കിട്ടിയെന്ന് മനസ്സിലായതും മധുർ സാഹു സൽമയെ അവോയ്ഡ് ചെയ്യുവാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ സൽമ, നീ എത്രയും വേഗം എന്നെ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇവിടെ മറ്റൊരു ടെസ്റ്റ് കൂടിയുണ്ട്. അവന്റെ വിവാഹം നേരത്തെ കഴിഞ്ഞതാണ്, അതിൽ 2 കുട്ടികളുമുണ്ട്. മധുർ സാഹുവിന് ഭാര്യയും 2 കുട്ടികളുമുള്ള കാര്യം സൽമയ്ക്ക് നേരത്തെ അറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവൾ അവന്റെ കൂടെ ലിവിൽ റിലേഷനിൽ ഏർപ്പെട്ടത്. വൈകാതെ സൽമ മധുർ സാഹുവിനെ ഭീഷണിപ്പെടുത്തുവാൻ തുടങ്ങി. നീ എത്രയും വേഗം എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം നിന്റെ ഭാര്യയെ അറിയിക്കുമെന്ന് അവൾ പറഞ്ഞു. ഇതുകൂടി കേട്ടപ്പോൾ മധുർ സാഹുവിന് ആകെപ്പാടെ ദേഷ്യമായി. സൽമയെ കൊലപ്പെടുത്തുകയല്ലാതെ തന്റെ മുൻപിൽ മറ്റു വഴിയില്ല എന്നവന് തോന്നി. ഇതേ ചൊല്ലിയായിരുന്നു 2018 ഒക്ടോബർ 20 ഇവർ തമ്മിൽ വഴക്കുണ്ടായത്. അതിന്റെ അവസാനം സൽമ കൊല്ലപ്പെട്ടു. ഇതായിരുന്നു യഥാർത്ഥ മോട്ടീവ് ഓഫ് മർഡർ. ഒടുവിൽ സത്യം പരിപൂർണമായും വെളിച്ചത്ത് വന്നു. ഇതെല്ലാം ചാർജ് ഷീറ്റാക്കി പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. ഈ കേസ് ഇപ്പോഴും കോടതിയുടെ കീഴിലാണ്. വാദം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും ശിക്ഷ വിധിച്ചിട്ടില്ല. പക്ഷേ കുറ്റവാളികളായ ഈ 3 പേരും ജാമ്യത്തിലിറങ്ങി ഇപ്പോൾ പുറത്തു നടക്കുന്നുമുണ്ട്. ഈ ക്രൈമിൽ ആരാണ് യഥാർത്ഥ കുറ്റവാളി? ആരാണ് വിവേകശൂന്യമായിട്ട് പെരുമാറിയത്? അതൊരു ചോദ്യമാണ്. മധുർ സാഹുവിന് ഭാര്യയും 2 കുട്ടികളും ഉണ്ട് എന്നറിഞ്ഞിട്ടും തന്റെ മാതാപിതാക്കൾ നിരവധി തവണ വിലക്കിയിട്ടും അതൊന്നും കേൾക്കാതെ അവനുമായിട്ട് ബന്ധപ്പെട്ട സൽമയാണോ? പ്രണയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ അത് മറ്റൊരാളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടാവരുത്. ഇവിടെ സൽമ ചെയ്തത് അതാണ്. അതോ മറ്റുള്ളവരെ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആത്മാഭിമാനമില്ലാത്ത ഈ മനുഷ്യ മൃഗങ്ങളാണോ? അതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഈ കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. സൽമ മരിക്കുന്ന സമയം അവിടെ മറ്റൊരു ദൃക്സാക്ഷി കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, കോമൽ സിംഗ് രാജ്പുത്ത്. മനസാക്ഷിക്കുത്ത് സഹിക്കുവാൻ കഴിയാതെ 5 വർഷം മുൻപ് അന്നേ അവൾ ഇതേക്കുറിച്ച് പുറത്തു പറഞ്ഞിരുന്നു. അതിൽ ഒരാൾ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ്. മറ്റൊരാളാവട്ടെ സൽമയുടെ സഹോദരന്റെ ഒരു കൂട്ടുകാരനും. കോമൽ സിംഗ് അന്ന് അവരോട് വളരെ വ്യക്തമായിട്ടല്ല കാര്യങ്ങൾ പറഞ്ഞത്. ഒരുപക്ഷെ സൽമ കാണാതായതിനു പിന്നിൽ മധുർ സാഹുവിന് പങ്കുണ്ടായിരിക്കുമെന്നാണ് ഒരു ഊഹം എന്ന നിലയിൽ. എന്നാൽ ഈ 2 കൂട്ടരും അതത്ര കാര്യമായിട്ടെടുത്തില്ല. വൈകാതെ ഈ വാർത്ത മധുർ സാഹുവിന്റെ ചെവിയിൽ എത്തുകയും ചെയ്തു. അവൻ കോമൽ സിംഗിനെ ഭീഷണിപ്പെടുത്തി, ഇനി നീ ഇത് ആവർത്തിച്ചാൽ നിന്നെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞു. അതോടെ അവളുടെ നാവും മടങ്ങി. ഈ കേസ് അവസാനിക്കുമ്പോൾ നമ്മൾ സല്യൂട്ട് കൊടുക്കേണ്ട ഒരു വ്യക്തിയുണ്ട്, SP റോബിൻസണും അദ്ദേഹത്തിന്റെ ടീമും. ഒരു കോൾഡ് കേസ് പരിഹരിക്കുവാൻ വേണ്ടി അദ്ദേഹം കടന്നുപോയ വഴികൾ വളരെ വലുതായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം എടുത്ത എഫോർട്ട് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്. അദ്ദേഹത്തിനൊരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.